വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ഉറുമ്പുകൾ മാതൃക. ആഗോള ചക്രവർത്തിയായ സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു ദിവസം പരിവാര സമേതം യാത്ര ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പരിവാരം ഒരു സൈന്യത്തോളം തന്നെ വലുതായിരുന്നു. മനുഷ്യർക്ക് പുറമെ പക്ഷികളും മൃഗങ്ങളും ഭൂതങ്ങളുമെല്ലാം അടങ്ങിയതായിരുന്നു ആ സൈന്യം. വഴിമധ്യേ വലിയൊരു ഉറുമ്പിൻ കൂട്ടം നബിയുടെ കണ്ണിൽപ്പെട്ടു. പക്ഷിമൃഗാദികളുടേതുപോലെ തന്നെ ഉറുമ്പുകളുടെ ഭാഷ അറിയാമായിരുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാം പെട്ടെന്ന് അവിടെ തന്നെ നിന്നു. അദ്ദേഹത്തിന്റെ പരിവാരവും നിശ്ചലമായി. നബി ഉറുമ്പുകളുടെ ചലനം ശ്രദ്ധിച്ചു. അച്ചടക്കമുള്ള തന്റെ സൈന്യത്തെ പോലും അതിശയിപ്പിക്കുന്ന മട്ടിൽ കർക്കശമായ പട്ടാളച്ചിട്ടയോടെ ഉറുമ്പുകൾ മർച്ച ചെയ്യുന്നു. ഉറുമ്പുകളുടെ സേനാധിപൻ വിളിച്ചു പറഞ്ഞു, ഉറുമ്പുകളെ, സുലൈമാനും പരിവാരവും അറിയാതെ നിങ്ങളെ ചവിട്ടി പോകാതിരിക്കണമെങ്കിൽ ഉടൻ പാർപ്പിടങ്ങളിൽ കയറിക്കൊള്ളുക. സുലൈമാൻ നബി അലൈഹിസ്സലാം എല്ലാം സാഹൂതം വീക്ഷിച്ചു കൊണ്ടിരുന്നു. അത്തരമൊരു നിർണായക ഘട്ടത്തിലും ഉറുമ്പുകൾ അണിമുറിയാതെയും അമ്പരക്കാതെയും അവയുടെ മാളത്തിലേക്ക് അതിവേഗം കയറിക്കൊണ്ടിരുന്നു. നബിയെ ആകർഷിപ്പിച്ച പ്രധാന വസ്തുത ഒരൊറ്റ ഉറുമ്പ് പോലും അപരനെ ചാടിക്കടന്നു രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നില്ല എന്നതാണ്. അങ്ങനെ ശ്രമം നടന്നിരുന്നുവെങ്കിൽ മാളത്തിന്റെ കുടിസായ പ്രവേശനദ്വാരത്തിൽ വച്ച് ഉറുമ്പുകൾ തമ്മിൽ പടവേറ്റി ചാകേണ്ടി വരുമായിരുന്നു. അത്തരമൊരു സന്ദിഗ്ധ ഘട്ടത്തിലും ഉറുമ്പുകൾ സംയാനവും അച്ചടക്കവുമാണ് പാലിച്ചത്. ചിന്തോദ്ദീപകവും വിജ്ഞാനപ്രദവുമായ ഈ ഘടകം നബി തന്റെ അനുയായികൾക്കു കാണിച്ചു കൊടുത്തു. ആത്മദാഹവും നിസ്വാർത്ഥവും നിഷ്കളവുമായ ഈ സ്നേഹം ഈ ശുദ്ധജീവികളെ അനുകരണീയ മാതൃകയാക്കി തീർക്കുന്നു. മാളത്തിനുള്ളിൽ കടക്കാൻ ബന്ധപ്പെടാതെ പുറത്തു നിന്നുകൊണ്ട് നിർദ്ദേശങ്ങൾ നൽകുന്ന ഉറുമ്പുകളുടെ സേനാധിപനെ നബി തന്റെ അനുയായികൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അത്തരമൊരു സന്ദിഗ്ധ ഘട്ടത്തിലും ഉറുമ്പുകൾ സംയമനവും അച്ചടക്കവുമാണ് പാലിച്ചത്. കാരുണ്യവാനായ സുലൈമാൻ നബി തന്റെ സൈന്യത്തിന് നേരെ തിരിഞ്ഞുകൊണ്ട് ആജ്ഞാപിച്ചു, ഉറുമ്പിന്റെ മാളത്തിൽ നിന്ന് മാറി മുന്നോട്ട് മർച്ച ചെയ്യുക. സർവജ്ഞാനിയാണെന്ന് അഭിമാനിക്കുന്ന മനുഷ്യർക്ക് ഇല്ലാത്ത ചില കഴിവുകൾ മറ്റു ജീവികൾക്കുണ്ട്. ഉറുമ്പുകളുടെ നിസ്സാരമായ ഉറുമ്പുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കൊച്ചുകഥ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.